ഇതാ ഒരു നീണ്ട കഥ, നീണ്ട 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 കഥ. ഇത് വായിച്ചാൽ പെണ്ണുങ്ങൾ കരയും, ആണുങ്ങൾക്ക് കലി വരും, കുട്ടികൾ ചിരിക്കും, സിനിമാക്കാർ വായിക്കും, കാശി തന്ന് വാങ്ങിക്കും. എന്താ ഇതിന്റെ കഥ? ഇത് കൂറ സ്റ്റോറി, വെറും ഒരു അലമ്പ് പിടിച്ചൊരു സ്റ്റോറി. നാട്ടാരുടെ പ്രാക്കുകൾ വാങ്ങി കൂട്ടിയ ഫ്രീക്കന്റെ സ്റ്റോറി. ഇവനാളൊരു ചളുവടി സ്പെഷ്യലിസ്റ്റ്, തേപ്പിസ്റ്റ്, പല പണി പയറ്റണ മുതല. ഇവനെ കണ്ണിന് നേരെ കണ്ടൊന്നു പോയെന്നാൽ ഗതിയൊന്നും പിടിക്കില്ല എൻ്റെ അളിയാ. ഇവനാളൊരു കോഴി, ഗേൾസിൻ പുറകെ നടക്കല് ജോലി. അവരുടെ ആങ്ങിളമാരുടെ അടിയത് കൊണ്ടപ്പം തലയിലെ കിളിയത് പാറി. ദീപാവലി പോലെ അവന്റെ മുതുകില് അമുട്ടുകൾ പൊട്ടി. അവനോ കാലുമടക്കി അടിച്ചു, അവൻ ചുമരിൽ പേസ്റ്റായി പോയി, ഫ്ലീറ്റായി പോയി. അവന്റെ ജീവിതം വാഴായി ലാസ്റ്റ് ഫ്രണ്ട്സ് അവർ വന്നിട്ട് കോരിയെടുത്തിട്ട് കണ്ടം വഴി അവരോടി. ജസ്റ്റ് പീസാണളിയ, നീ ഒന്ന് കേറി വളയ്ക്ക് എന്ന് ചൊല്ലി വിടും. വണ്ടർഫുൾ ഫ്രണ്ട്സ് ഉണ്ടവനെ ഫസ്റ്റ് തന്നെ ചീറ്റും. നാട്ടാരോ ഓടിക്കൂടും, പിന്നെ തിരിഞ്ഞു നോക്കിയാൽ പൊടിയൊന്നും കാണില്ലളിയ. എടപൊടിയ ഫ്രീക്ക് പൊടിയ, ഞങ്ങളുടെ കൂടെ പോരട പൊടിയ, ഞങ്ങളുടെ കൂടെ പോന്നാലോ ലൈഫ് മൊത്തം തല്ലിപ്പൊടിയ. എടപൊടിയ ഫ്രീക്ക് പൊടിയ, ആടിപ്പാടാൻ പോരട പൊടിയ, ഞങ്ങളുടെ കൂടെ പാടുമ്പോൾ വാ തുറന്നാൽ പച്ചത്തെറിയ. എടപൊടിയ ഫ്രീക്ക് പൊടിയ, ഞങ്ങളുടെ കൂടെ പോരട പൊടിയ, ഞങ്ങളുടെ കൂടെ പോന്നാലോ ലൈഫ് മൊത്തം തല്ലിപ്പൊടിയ. എടപൊടിയ ഫ്രീക്ക് പൊടിയ, ആടിപ്പാടാൻ പോരട പൊടിയ, ഞങ്ങളുടെ കൂടെ പാടുമ്പോൾ വാ തുറന്നാൽ പച്ചത്തെറിയ. എടപൊടിയ 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 ഫ്രീക്ക് പൊടിയ. എടപൊടിയ 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 ഫ്രീക്ക് പൊടിയ. രാവിലെ നേരത്തെ ഉണർന്നു, കുളിയും നനയും കഴിഞ്ഞു നിന്നു. ഓട്ടയുള്ള ചെട്ടിയും എടുത്തിട്ട് വിട്ടു, അവളുടെ വീടിന് മുന്നിൽ ചെന്നു. ഫസ്റ്റ് ഞാനൊരു ശൂശു, പിന്നെ സെക്കൻഡ് ഞാനൊരു പോംപോം. ഒരു റോക്കറ്റ് വീശി എറിഞ്ഞു, ആ പല പണികളും പാഴായി പോയി. ഒടുവിൽ അവളെന്നെ കണ്ടു, കട്ടക്കലിപ്പിൽ അകത്തേക്ക് ചെന്നു. പിന്നെ എന്തെന്ന് അറിയാതെ നിന്നപ്പോൾ അവളുടെ ചേട്ടനുമായി വന്നു. തല്ല് മാത്രം കിട്ടിയില്ല, എന്റെ തടിയൊന്നും കേടായി പോയില്ല. പിന്നെ കണിക്കണ്ട റൂട്ടിലൂടെ പാഞ്ഞങ്ങ് പോയി എന്റെ വീട്ടിൽ ചെന്നു കേറി ഞാൻ. എത്ര ഫ്ലോപ്പാണളിയ, എന്നിട്ടും പിന്മാറില്ല. ഗേൾസിൻ പുറകെ പോയി, തടിയെല്ലാം കേടായില്ലേ. എത്ര തേപ്പ് കിട്ടി, എന്നിട്ടും നന്നായില്ല. തല്ല് വാരിക്കൂട്ടി പുതു റെക്കോർഡിട്ടവനല്ലേ. എടപൊടിയ ഫ്രീക്ക് പൊടിയ, ഞങ്ങളുടെ കൂടെ പോരട പൊടിയ, ഞങ്ങളുടെ കൂടെ പോന്നാലോ ലൈഫ് മൊത്തം തല്ലിപ്പൊടിയ. എടപൊടിയ ഫ്രീക്ക് പൊടിയ, ആടിപ്പാടാൻ പോരട പൊടിയ, ഞങ്ങളുടെ കൂടെ പാടുമ്പോൾ വാ തുറന്നാൽ പച്ചത്തെറിയ. എടപൊടിയ ഫ്രീക്ക് പൊടിയ, ഞങ്ങളുടെ കൂടെ പോരട പൊടിയ, ഞങ്ങളുടെ കൂടെ പോന്നാലോ ലൈഫ് മൊത്തം തല്ലിപ്പൊടിയ. എടപൊടിയ ഫ്രീക്ക് പൊടിയ, ആടിപ്പാടാൻ പോരട പൊടിയ, ഞങ്ങളുടെ കൂടെ പാടുമ്പോൾ വാ തുറന്നാൽ പച്ചത്തെറിയ. എടപൊടിയ 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 ഫ്രീക്ക് പൊടിയ. എടപൊടിയ 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 ഫ്രീക്ക് പൊടിയ. താൻ കുറെ നാളായല്ലോ എന്റെ പുറകെ ഉണ്ടാക്കാൻ തുടങ്ങിയിട്ട്. എന്താ എന്റെ ഉദ്ദേശം? എനിക്ക് നിന്റെ പുറകെ നടക്കാനല്ല, നിന്റെ ഒപ്പം നടക്കാനാ ഇഷ്ടം. എന്റെ ഏട്ടനെങ്ങനെ അറിഞ്ഞോണ്ടല്ലോ. ഇവനെ ഞാനൊന്ന് ശരിയാക്കി. പൊടി വീട്ടിൽ പൊടി പന്ന പുന്നാര മോനെ. അയ്യോ കർണാടകശാനെ പുടിയിൽ അടി കിട്ടിയേ. താത്വികമായ ഒരു അവലോകനമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്.
ഞാൻ പറഞ്ഞോളാം. സഹാക്കളെ, ഇന്ന് അതിദാരുണമായ ഒരു സംഭവമാണ് ഉണ്ടായിരിക്കുന്നത്. നമ്മുടെ പാർട്ടിയുടെ യുവജന സംഘടനാംഗം ശ്രീ പൊടിയനെ ഒരു പോലീസ് കാപാലികൻ അതിക്രൂരവും പൈശാചികവുമായ രീതിയിൽ മർദ്ദിക്കുകയും പുലഭ്യം പറയുകയുമുണ്ടായി. ഇതിനെതിരെ നമ്മൾ ശക്തമായി പ്രതികരിക്കണം. പുടിയ, ആ പോലീസുകാരന്റെ പേരെന്താ? രതീഷ് ചന്ദ്ര. ആ, നമ്മുടെ ആളാണല്ലോ. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. INSPയുടെ ഭരണകാലത്ത് RDP പ്രവർത്തകരെ പാർട്ടി ഓഫീസിൽ കയറി തല്ലിയവൻ അയാള്. അയാൾക്കെതിരെ പുതിയൊരു സമരമുറ ആഘോഷം ചെയ്തേ പറ്റൂ. എന്ത് തരം സമരമാണ് പൊടിയൻ ആലോചിക്കുന്നത്? അതു പിന്നെ സ്ത്രീകൾ ഇങ്ങനെ മാളോർക്ക സമരം നടത്തിയില്ലേ, അതുപോലെ നമുക്ക് ഗുണ്ടോർക്ക സമരം നടത്താം. എങ്ങനെയുണ്ട്? മോനെ, നീ പറയുന്നതിന്റെ അർത്ഥം വേറെയാട്ടോ. നിക്ക് സമരം നടത്താനൊക്കെ വരട്ടെ. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ രതീഷ് ചന്ദ്ര പാർട്ടിക്ക് വളരെ വേണ്ടപ്പെട്ട ഒരാളാണ്. അതുകൊണ്ട് തന്നെ അയാൾക്കെതിരെ ഇപ്പോൾ ഒരു നീക്കത്തിനിറങ്ങിയ അത് സർക്കാരിനെ തന്നെ ദോഷം ചെയ്യും. ഓഹോ, അപ്പൊ അയാളെ വെറുതെ വിടാനാ പാർട്ടിയുടെ തീരുമാനം അല്ലേ? ശരി, അയാൾക്കിട്ട് പണിയാൻ നേതൃത്വത്തിന് മടിയാണെങ്കിൽ ഞങ്ങള് പണിഞ്ഞോളാം. വാടാ. പൊടിയന്റെ സമരമുറ പാർട്ടി കാണാൻ കിടക്കുന്നേ ഉള്ളൂ. പൊടിയാ, തടയരുത്. എന്താണ് പ്രശ്നം? പറയാം. ാ നീച്ചേക്കണേ. ബാബുവിനെ കാണുന്നില്ലല്ലോ. നിങ്ങൾ ഈ പറയുന്ന സതീശനായിട്ട് യാതൊരു ബന്ധമില്ല. മരകന്തെന്നൊക്കെ പറഞ്ഞ അവന്റെ അച്ഛനായിരിക്കും. സതീശൻ നിന്റെ അച്ഛനല്ലേടാ? അല്ല, സദാശിവനാണ് എന്റെ അച്ഛൻ. എപ്പം മുതല്? ഇന്ന് മുതൽ ഗസറ്റി പരസ്യപ്പെടുത്തിയ അച്ഛന്റെ പേര് മാറ്റി. ഇപ്പൊ സതീശന്മാർക്ക് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ഓ, അളി ഒരു കാര്യം പറയാൻ മറന്നുപോയി. നമ്മുടെ സരള ചേച്ചിയുടെ വീട്ടിലെ അയാൾക്കൊരു വരുത്തുപോക്കൊണ്ട് നാട്ടിലെ ആകെ ഒരു സംസാരം. അങ്ങനെയാണ് അയാൾ ഈ വഴി തന്നെ തിരിച്ചു വരും. വരട്ടടാ വരട്ടെ. പോര് തീർന്ന് പോരാ നേരം പേടിപ്പിച്ച് തൂറിക്കണം. എന്നാ പിന്നെ ഞങ്ങൾ അയാൾ വരുന്നുണ്ടോ നോക്കിയിട്ട് വരാം. ശരി. അളിയ, ചോദിക്കുന്നൊന്നും തോന്നരുത്. ഇത് വേണോ? പേടിയുണ്ട് നീ മാറിക്കൂ. മുന്നോട്ട് വെച്ച കാല് പുറമോട്ടില്ല എനിക്ക്. എന്റെ എത്ര കളി കണ്ടതാ നീ. ഷേ പോടാ. സീരിയസ് ആയിട്ടൊരു കാര്യം പറയുമ്പോ ഇടക്കേറി കൊണക്കടാ മൈ. കണ്ടിന്യൂ. ഈ ഒടുക്കത്തെ കളിയും കൂടെ നീ ഒന്ന് കാണ്. നീ വിരമിക്കാൻ പോവാ? മാച്ച് കഴിഞ്ഞ്. ആരാ ഈറ്റേ? പോലീസുകാരനെ സരള ചേച്ചിയായിട്ടുള്ള മാച്ച്. ഓ, അത് ഞാൻ ഫോണിൽ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. അളിയാ, സിന്ധിയടാ. എക്സൻഡർ ഓണാക്കടാ. ഇതൊക്കെ നമ്മളെത്ര ചെയ്തേക്കും. നിർത്തടാ ആവാസന്മാരെ. നീയൊക്കെ പ്രതികാരം ചെയ്യാൻ വന്നോ അതോ തുണ്ട് സെന്റ് ചെയ്യാൻ വന്നോ? സോറി അളിയാ, മാറ്ററിൽ നിന്ന് വിട്ടുപോയി. നീ പോയി പൊളിക്കടാ.
പോയി. അല്ലേലും ഒടിയന്മാരുടെ ശത്രു ഇലക്ട്രിസിറ്റി ആണല്ലോ. ഇലക്ട്രിക് പോസ്റ്റിൽ ഇടിച്ചല്ലേ അവന്റെ തല പൊട്ടിയത്. എന്നാലും അവനിങ്ങനെ കിടക്കാൻ നോക്കിട്ട് നമ്മൾ തിരിഞ്ഞു നോക്കാൻ വളരെ മോശമായി പോയി. എന്നാലും അവന്റെ പ്രതികാരം നമ്മൾ പൂർത്തിയാക്കിയില്ലേ? ശരിയാ, ആ വീഡിയോ നമ്മൾ വൈറലാക്കി അയാളെ നാറ്റിച്ചിട്ടില്ലേ? അല്ല, ഇവിടെ ആരും ഇല്ലേ? വാ, അത് കയറാം. കിടക്കണ കണ്ടാ തകർന്ന് ഓടിയാൻ. ആന വാ പൊളിക്കുന്ന പോലെ അണ്ണൻ വാ പൊളിച്ചെങ്ങനെ ഇരിക്കും. എങ്ങനെയുണ്ട് പൊടിയാ? കുറച്ച് മിന്നായം മാത്രം ഓർമ്മയുണ്ട്. എന്തായാലും ഒടിവെക്കാൻ പോയിട്ട് ഒടിഞ്ഞു തുടങ്ങി പോയ നീയാണല്ലോ. ആഹാ, എല്ലാരും ഉണ്ടല്ലോ. കഞ്ഞി എടുക്കട്ടെ? വാവ്, വാട്ട് എ ബ്യൂട്ടിഫുൾ ഫാമിലി. തീർന്നോ? വേണമെങ്കിൽ കുറച്ച് ഇലാബറേറ്റ് ആയിട്ട് പറയാം. ഇനി ഒരു അക്ഷരം മിണ്ട നിന്റെ വീട്ടിൽ ഞാൻ തീർന്നു. സാർ ആധുനികമേ പബ്ലിഷ് ചെയ്യൂ എന്ന് പറഞ്ഞതുകൊണ്ട് സ്വപ്പ കഞ്ചാവ് അടിച്ചുകൊണ്ട് എഴുതിയതാ.